ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പപ്പായ, നമ്മൾ കപ്പക്ക എന്നും പറയും. അപ്പോൾ കപ്പക്ക വെച്ചിട്ട് ഒരു അടിപൊളി ഒരു എരിശ്ശേരിയാണ്, പരിപ്പും കൂടി ചേർത്തിട്ടുള്ളൊരു എരിശ്ശേരിയാണ്. നമ്മൾ സാധാരണ ചക്ക പരിപ്പും ചേർത്തിട്ടൊരു എരിശ്ശേരി വെക്കും. ഇത് പപ്പായ ചേർത്തിട്ടുള്ളൊരു എരിശ്ശേരിയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു പപ്പായ, നമ്മളെ വീട്ടിലെ പപ്പായ തന്നെയാണ്. അപ്പോൾ അതൊന്ന് പറിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തൊലി ആദ്യം കളയാം. ഒരു തുണി കൂട്ടി പിടിച്ചിട്ടേ തൊലി കളയാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ പാല് കയ്യിലാവുമ്പോൾ ചില ആൾക്കാർക്കത് പറ്റില്ല. അപ്പോൾ നമ്മൾ തുണി കൂട്ടി പിടിച്ചിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാല് നമ്മളെ കയ്യിലാവില്ല. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞു കൊടുക്കുക. അങ്ങനെ തൊലി കളഞ്ഞുതാ ഇങ്ങനെ ഇതുപോലെ തൊലി കളയാം. നമുക്കിതിനെ രണ്ട് കഷ്ണങ്ങളാക്കാം. ഇതുപോലെ അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ കീറിക്കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തെ ആ കുരുവൊക്കെ കളയണം. ഇതുപോലെ അതിൻ്റെ കുരു മൊത്തം കളഞ്ഞു കൊടുക്കുക. ഈ പച്ചക്കപ്പക്ക തിന്നാനും നല്ല ടേസ്റ്റാണ്. പഴുപ്പിച്ച് തിന്നാൽ പിന്നെ പറയണ്ടല്ലോ, നല്ല സ്വാദാണ്, നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ കുരു രണ്ടിൻ്റെയും മറ്റേതും ഇതുപോലെ തന്നെ കളയാം. കണ്ടോ, ഇതിൻ്റെ അകത്ത് കുരു മൊത്തം പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേതും ചെയ്യാം. നമുക്കിതിൻ്റെ ഒരു മുറി മാത്രമേ വേണ്ടൂ എരിശ്ശേരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനി നമ്മളിതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി വണ്ണത്തിൽ വേണം കഷ്ണം അങ്ങനെയാക്കാം. അല്ല ചെറുങ്ങനെയാണെങ്കിൽ ചെറുങ്ങനെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. അങ്ങനെ ആ ഒരു മുറി നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത്ര പോലെ കെട്ടി. ഇനി ഇതൊന്ന് വെള്ളത്തിലിട്ടുകൊണ്ട് കഴുകിയെടുത്ത ശേഷം നമ്മളിനി ഒരു കുക്കറിൻ്റെ അകത്ത് കുറച്ച് പരിപ്പിട്ട് കൊടുത്തു. കഴുകിയ പരിപ്പാണ്. പിന്നെ അതിന് ശേഷം ഈ കപ്പക്ക, അതായത് പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. രണ്ടും ഒരുമിച്ചാണ് വേവിക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് അടുത്തത് ചേർക്കുന്നത്. പിന്നെ ഉപ്പാണ്, കല്ലുപ്പാണ് ഞാനിട്ടത്. അത് ഏതുപ്പ് വേണമെങ്കിലും ഇടാം. പൊടിയുപ്പ് വേണമെങ്കിൽ പൊടിയുപ്പ് ഇടാം. ഞാൻ ഇന്ന് കല്ലുപ്പാണ് ഇട്ടത്. അതോട്ട ശേഷം ഒരു 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു. 5 to 6 വിസിലാണ് ഇതിൻ്റെ പാകം. അങ്ങനെ നമുക്ക് ഇനി ഗ്യാസ് അടുപ്പിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ആ വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയും ജീരകവും കൂടി ഒന്ന് അരച്ചെടുക്കണം. ഞാനിത് അരച്ചെടുത്ത അരവ് ആണിത്. അപ്പോൾ വിസിൽ 5 വിസിലാണ്. 5 വിസിലിനാണ് ഞാൻ ഓഫാക്കിയത്. 5ാമത്തെ വിസിൽ വന്നു. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തു. നമ്മളിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴാണ് നമ്മൾ അരവ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അരവ് ഒഴിച്ചു കൊടുക്കുകയാണ് അടുത്തത്. അരവ് ഒഴിച്ചു കൊടുത്ത് ആ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതിൻ്റെ പറ്റൊക്കെ കിട്ടാൻ വേണ്ടി, എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതിൻ്റെ അകത്ത് ഒഴിച്ച് നന്നായി ഇളക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കണം. നന്നായിട്ട് തന്നെ തിളക്കണം. നമുക്കിനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ടു. ഇനി നമുക്കിതിനൊന്ന് വറുത്തിടണം. അതായത് കടുകും ഉള്ളിയും ചേർത്തൊന്ന് വറുത്തിടാം. നമുക്ക് അതിനായിട്ട്
വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അധികം കടുകിട്ട്, കടുക് പൊട്ടിയ ശേഷം മാത്രമേ ഉള്ളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കടുക് ഏകദേശം പൊട്ടിനി നമുക്കതിൽ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ബ്രൗൺ കളറാവണം ഉള്ളി, അപ്പോഴാണ് പാകം. അപ്പോഴത്തേക്ക് ഇവിടെ നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് കൊടുക്കണം. നമുക്കിനി ഇത് നമ്മുടെ അരവിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് ചേർത്തു. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കെന്നാൽ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.